ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും അഴിയന്നൂരിന്റെ മണ്ണിൽ അനേകായിരങ്ങൾ അക്ഷര വെളിച്ചം പകർന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവിന്റെ കേന്ദ്രമാക്കി മാറിയ AUPS അഴിയന്നൂർ അതിന്റെ ജൈത്രയാത്ര ആരംഭിച്ചിട്ട് 117 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ചെർപ്പുളശ്ശേരി സബ് ജില്ലാ തലത്തിൽ നടത്തപ്പെട്ട ശാസ്ത്ര, സാമൂഹിക, ഗണിതമേളകളിലും പ്രവൃത്തി പരിചയമേളകളിലും കലാകായിക മേളകളിലും വിവിധ സ്കോളർഷിപ്പ് മത്സരത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നത് അഭിമാനത്തോടെ അറിയിക്കട്ടെ. നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് മികവുറ്റ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗുരുന്നുകളെയും രക്ഷിതാക്കളെയും അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ സുന്ദര നിമിഷത്തിൽ 2024-25 വർഷത്തെ പാഠ്യേതര റിപ്പോർട്ട് സാദരം സമർപ്പിക്കട്ടെ. അച്ചടക്കമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്കൂൾ അച്ചടക്കത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നു. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ക്ലാസുകൾ സ്കൂൾ അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നു. കുട്ടികളുടെ വ്യക്തിവികസനം ലക്ഷ്യമാക്കി വിവിധ ഭാഷകളിൽ അസംബ്ലി, പ്രാർത്ഥന, പ്രതിജ്ഞ, ന്യൂസ് റീഡിംഗ് എന്നിവയും നടന്നുവരുന്നു. സ്കൂൾ മാനേജ്മെന്റ് ചെർപ്പുളശ്ശേരി സബ് ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാമായ മാനേജർ ശ്രീ ഗോപിനാഥൻ അവർകൾ നമ്മോടൊപ്പം എല്ലാ മേഖലയിലും മാർഗദർശിയായി കൂടെയുണ്ട്. സ്കൂൾ മാനേജ്മെന്റിൻ്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമങ്ങൾ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുന്നു. ദിനാചരണങ്ങൾ. ജൂൺ 3 പ്രവേശനോത്സവം. 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. കൃത്യം 10 മണിക്ക് തന്നെ പ്രവേശനോത്സവ പരിപാടികൾ ആരംഭിച്ചു. കുസൃതി കുരുന്നുകളെ വരവേൽക്കാൻ സ്കൂളും ചുറ്റുപാടും ബലൂണുകളെ കൊണ്ടും വർണ്ണക്കടലാസ് കൊണ്ടും തോരണങ്ങൾ കൊണ്ടും ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നവാഗതരെ സ്വീകരിച്ചു. ശ്രീ സി ഗോപിനാഥൻ സ്കൂൾ മാനേജർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ശ്രീ സുരേഷ് ബാബു വാർഡ് മെമ്പർ, ശ്രീ കൃഷ്ണകുമാർ PTA പ്രസിഡന്റ്, കോങ്ങാട് 17-ാം വാർഡ് മെമ്പർ K ശശികുമാർ, റിട്ടയേർഡ് അധ്യാപകൻ ശ്രീ നാരായണൻ മാസ്റ്റർ, റിട്ടയേർഡ് HM ശ്രീമതി ഗിരിജ ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കുട്ടികൾക്ക് കൗതുകമുണർത്തി ചേതക് എന്ന കുതിരയും കാർട്ടൂൺ വേഷവും സ്കൂളിലെത്തിയിരുന്നു. LSS, USS, SSLC, +2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുട്ടികൾക്ക് സുകുമാരൻ ആരപ്പത്ത് നൽകിയ മധുരവിതരണം നടന്നു. സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം പായസത്തോടുകൂടി കൊടുത്തു. എല്ലാം കൊണ്ടും അതിഗംഭീരമായി തന്നെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം. 2024-25 അധ്യയന വർഷത്തെ ആദ്യത്തെ ദിനാചരണം സ്കൂൾ അസംബ്ലിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി. പ്രധാന അധ്യാപിക ശ്രീമതി ഗീത ടീച്ചർ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. തുടർന്ന് പരിസ്ഥിതി ദിന ഗാനങ്ങൾ, പ്രസംഗം എന്നിവ അവതരിപ്പിച്ചു. കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണോദ്ഘാടനം നടത്തി. എല്ലാ കുട്ടികൾക്കും വൃക്ഷത്തൈ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊല്ലിയാനി പ്രതിഭാശാലയുടെ നേതൃത്വത്തിൽ ശ്രീ നാരായണൻ മാസ്റ്ററും മോഹനൻ സാറും കുട്ടികൾക്ക് ഹൈബ്രിഡ് പേരത്തൈകൾ വിതരണം ചെയ്തു. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനം ഉദ്ഘാടനം ചെയ്തത് മണ്ണമ്പറ്റ TTI പ്രിൻസിപ്പൽ രാമനുണ്ണി മാസ്റ്റർ ആയിരുന്നു. വളരെ രസകരമായി തന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുത്തു. പ്രതിഭാ വായനശാലയുടെ ഒരു അതിഗംഭീര പുസ്തക പ്രദർശനം സ്കൂളിൽ നടന്നു. എല്ലാ കുട്ടികൾക്കും കാണാൻ അവസരമുണ്ടായി. ഒരാഴ്ച വായനാവാരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. കുട്ടികളുടെ പ്രസംഗം, പുസ്തക പരിചയം, പദ്യം ചൊല്ലൽ, PN പണിക്കരുടെ വേഷം കെട്ടൽ എന്നിവ നടന്നു. വായനാദിന ക്വിസ് നടത്തി. വായനാ മത്സരവും കയ്യെഴുത്ത് മത്സരവും നടത്തി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു. കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ കീഴിൽ
7ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ശ്രീ ഇ കൃഷ്ണൻ, എക്സ് സർവീസ്മാൻ, ശ്രീ കെ രാമദാസ്, റിട്ടയേർഡ് KSEB ഓവർസിയർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസും നടന്നു. മെഹന്തി ഫെസ്റ്റ് LP UP ക്ലാസുകൾക്ക് പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് മെഹന്തി ഫെസ്റ്റ് നടത്തി വിജയികളെ കണ്ടെത്തി സമ്മാനദാനവും നടത്തി. PTA ജനറൽ ബോഡി 2024-25 അധ്യയന വർഷത്തെ ആദ്യത്തെ PTA ജനറൽ ബോഡി യോഗം ജൂൺ 22, 2024 ഉച്ചയ്ക്ക് 1:30 നടന്നു. യൂണിഫോം വിതരണം ബുധനാഴ്ചകളിൽ ഇടാനായി മാനേജ്മെന്റിന്റെ വക ട്രാക്ക് സ്യൂട്ട് സ്കൂൾ അസംബ്ലിയിൽ മാനേജർ ശ്രീ ഗോപിനാഥ് ചുണ്ടേക്കാട് കുട്ടികൾക്കായി വിതരണം ചെയ്തു. ലഹരി വിരുദ്ധ ദിനാചരണം ജൂൺ 26 ലഹരി വിരുദ്ധ ദിനാചരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഓങ്ങാട് പോലീസ് സ്റ്റേഷൻ CI ശ്രീ C ബാബു സർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് ജൂലൈ 1, 2024 സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് 5 പേർ മത്സരിക്കുകയുണ്ടായി. 1 മുതൽ 7 വരെയുള്ള കുട്ടികൾ അവരുടെ വോട്ടവകാശം നടത്തി. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ലൗസ ജലീൽ ആണ്. സ്കൂൾ ലീഡറായി ലൗസ ജലീൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെപ്യൂട്ടി ലീഡറായി ശിഖ M തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 5 ബഷീർ ദിനം. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനം വളരെ വിപുലമായി തന്നെ ആഘോഷിച്ചു. ജൂലൈ 21 ചാന്ദ്രദിനം. ജൂലൈ 21 ചാന്ദ്രദിനം അസംബ്ലിയോടുകൂടി ആരംഭിച്ചു. ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനാധ്യാപിക ഗീത ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ശ്രീ ഹരിദാസൻ മാസ്റ്റർ ചാന്ദ്രദിന സന്ദേശം കുട്ടികൾക്ക് നൽകി. എല്ലാ ക്ലാസിന്റെയും ചാന്ദ്രദിന പതിപ്പുകൾ പ്രകാശനം ചെയ്തു. ചാന്ദ്രദിന പ്രദർശനം നടത്തി. ബഹിരാകാശ സഞ്ചാരികളുടെ വേഷം ധരിച്ചു. ചാന്ദ്രദിന പ്രസംഗങ്ങൾ, അമ്പിളിപ്പാട്ടുകൾ, കളറിംഗ്, റോക്കറ്റ് നിർമ്മാണം തുടങ്ങി പരിപാടികൾ നടത്തി. LP വിഭാഗവും UP വിഭാഗവും ചാന്ദ്രദിന ക്വിസ് നടത്തി. വിജയികളെ കണ്ടെത്തി. ഉച്ചയ്ക്ക് ശേഷം ശ്രീ രവിചന്ദ്രൻ മാസ്റ്റർ കുട്ടികൾക്ക് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നല്ലൊരു ക്ലാസ് നടത്തി. ക്വിസിൽ വിജയിച്ച വിജയികൾക്ക് സമ്മാനദാനം നൽകി. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ജൂലൈ 27 ശനി പ്രത്യേക അസംബ്ലി. ഈ വർഷത്തെ ഒളിമ്പിക്സിന്റെ മുന്നോടിയായി ദീപശിഖാ പ്രയാണത്തോടുകൂടി പ്രത്യേക അസംബ്ലി നടത്തി. ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ഹിരോഷിമ ദിനം സ്കൂളിൽ വിപുലമായി ആചരിച്ചു. 5, 6, 7 ക്ലാസുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി യുദ്ധവിരുദ്ധ റാലി നടത്തുകയുണ്ടായി. ഹിരോഷിമ ദിനപ്രസംഗം, സഡാക്കോ കൊക്ക് നിർമ്മാണം, ശാന്തി ദീപം തെളിയിക്കൽ തുടങ്ങിയ പരിപാടികൾ നടത്തി. മാസാചരണം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് 1, 2 ക്ലാസുകളിൽ കളറിംഗ് മത്സരവും LP UP രാമായണ ക്വിസും നടത്തി. സ്വദേശി ക്വിസ് ആഗസ്റ്റ് 6. ചെർപ്പുളശ്ശേരി സബ് ജില്ലാതലം ഋഷികേശ് ഫസ്റ്റ് നേടി. ആഗസ്റ്റ് 12, 2024 ഈ വർഷത്തെ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്തത് വിജയ്കുമാർ K, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസ് ആയിരുന്നു. സ്കൂൾ മാനേജർ ശ്രീ ഗോപിനാഥൻ അവർകൾ കുട്ടികൾക്ക് വിജയാശംസകൾ നേർന്നു. കുട്ടികളെ 4 ഹൗസുകളാക്കി തിരിച്ചു. വളരെ വാശിയേറിയ മത്സരമായിരുന്നു. മാർച്ച് ഫാസ്റ്റ്, ഓട്ടം, ചാട്ടം, ഹൈ ജംപ്, ലോങ് ജംപ് വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു. LP തലത്തിലും UP തലത്തിലും വിജയികളെ കണ്ടെത്തി. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം. ആഗസ്റ്റ് 15, 2024 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കേണൽ NV ശശിധരൻ, മാനേജർ ഗോപിനാഥൻ അവർകൾ, ഗീത ടീച്ചർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തി. എല്ലാവരും ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും PTA ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ദേശഭക്തി ഗാന മത്സരം, ക്വിസ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ചവർ പ്രസംഗം തുടങ്ങി പരിപാടികൾ നടന്നു. കേണൽ NV ശശിധരൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികൾക്ക് മധുര വിതരണം ഉണ്ടായി. രക്ഷിതാക്കൾക്കും സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരമുണ്ടായി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ഥാനം കിട്ടിയവരെ ട്രോഫി നൽകി അഭിനന്ദിച്ചു.
ചിങ്ങം 1 കർഷക ദിനം. കോങ്ങാട് പഞ്ചായത്തിലെ യുവ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണൻ പേരാങ്കുളങ്ങരയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ യുവ കർഷക ശ്രീമതി പ്രിയ ചർവത്തിനെയും ആദരിച്ചു. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ മികച്ച ചിത്രകാരിയായി നമ്മുടെ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹർഷിതയെയും ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച കർഷക ഗാനവും ഉണ്ടായിരുന്നു. ആഗസ്റ്റ് 19, 2024 സംസ്കൃത ദിനം. സംസ്കൃത ദിനം വിദ്യാലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു. ശ്രീ KB രാമകൃഷ്ണൻ മാസ്റ്റർ സംസ്കൃതത്തിന് സന്ദേശം നൽകി. പ്രധാന അധ്യാപിക ഗീത ടീച്ചർ അധ്യക്ഷയായി. സംസ്കൃത പ്രദർശിനി, ഭഗവത്ഗീത പാരായണം, സുഭാഷിതം തുടങ്ങിയ പരിപാടികൾ നടന്നു. സെപ്റ്റംബർ 5, 2024 അധ്യാപക ദിനം. അധ്യാപക ദിനത്തിൽ വിദ്യാലയത്തിലെ കുട്ടികൾ അധ്യാപകർക്ക് പൂക്കൾ നൽകി ആദരിച്ചു. സ്കൂളിന് തൊട്ടടുത്തുള്ള റിട്ടയേർഡ് അധ്യാപകൻ രാധാകൃഷ്ണൻ മാസ്റ്ററെ ആദരിച്ചു. സെപ്റ്റംബർ 13 വെള്ളി ഓണാഘോഷം. ഓണപ്പരീക്ഷകൾക്ക് ശേഷം സെപ്റ്റംബർ 13 ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും നടത്തുകയുണ്ടായി. പൂക്കള മത്സരം, വിവിധതരം ഓണപ്പരിപാടികൾ നടത്തുകയും വിജയികൾക്കും സമ്മാനദാനം നൽകുകയും ചെയ്തു. ഓണക്കളികൾ വടംവലി, നാരങ്ങാ സ്പൂൺ, സൂചിയിൽ നൂലുകോർക്കൽ, കസേരകളി. കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. ജനറൽ ബോഡി യോഗം ക്ലാസ് PT സെപ്റ്റംബർ 27, 2024 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2ാമത്തെ ജനറൽ ബോഡി യോഗം ചേർന്നു. അതുപോലെ പാദവാർഷിക മൂല്യനിർണ്ണയം കഴിഞ്ഞതിന്റെ ഭാഗമായി കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്താൻ എല്ലാ ക്ലാസുകളിലും ക്ലാസ് PTയും നടത്തി. അനീമിയ ബോധവൽക്കരണ ക്ലാസ്. കടമ്പഴിപ്പുറം ഹെൽത്ത് സെന്ററിലെ രജനി സിസ്റ്റർ അനീമിയ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും അസംബ്ലി ഹാളിൽ ഒത്തുകൂടി. കുട്ടികൾക്ക് അനീമിയയെക്കുറിച്ച് നല്ലൊരു ക്ലാസ് കിട്ടി. കുട്ടികളുടെ വിവിധ സംശയങ്ങൾക്കും രജനി മാഡം ഉത്തരം നൽകി. നല്ല ആരോഗ്യത്തിനു വേണ്ടി കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് മാഡം ക്ലാസ് നടത്തി. സ്കൂൾ കലോത്സവം. ഒക്ടോബർ 1, 2024 ചൊവ്വാഴ്ച സ്കൂൾ കലോത്സവം നടത്തി. കൃത്യം 10 മണിക്ക് തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും അസംബ്ലി ഹാളിൽ ഒത്തുകൂടി. പ്രധാനാധ്യാപിക ഗീത ടീച്ചർ, സീനിയർ അധ്യാപകൻ ഹരിദാസൻ മാസ്റ്റർ, മധു മാസ്റ്റർ എന്നിവർ വിളക്കുകൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാർത്ഥികൾ പരിപാടികൾ ആസ്വദിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു. സ്കൂളും പരിസരവും ശുചിയാക്കി. 2ാം ക്ലാസ്സിലെ അദ്വൈ ഗാന്ധിജിയുടെ വേഷം ധരിച്ചു വന്നത് കൗതുകമുണർത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും ഗാന്ധി പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തി. ഒക്ടോബർ 4, 2024 വിദ്യാരംഗം സാഹിത്യോത്സവം. LP വിഭാഗത്തിൽ നിന്നും UP വിഭാഗത്തിൽ നിന്നും 11 കുട്ടികൾ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അഭിനയത്തിന് ശ്രേയ KSന് ജില്ലയിലേക്ക് സെലക്ഷൻ ലഭിച്ചു. യൂണിഫോം വിതരണം. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സ്കൂൾ മാനേജർ ശ്രീ ഗോപിനാഥൻ അവർകൾ യൂണിഫോം വിതരണം ചെയ്തു. ചെർപ്പളശ്ശേരി ഉപജില്ലാ കായികമേള. ഈ വർഷത്തെ സബ് ജില്ലാ കായികമേള ഒക്ടോബർ 17, 18, 19 തീയതികളിൽ ശബരി PTB ഹൈസ്കൂളിൽ വെച്ച് നടന്നു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 50-ലധികം കുട്ടികൾ പങ്കെടുത്തു. വാശിയേറിയ പോരാട്ടവും തുടർച്ചയായി 18ാം തവണയും അഗ്രിഗേറ്റ് നേടാൻ കഴിഞ്ഞത് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. 3 ദിവസങ്ങളിലായി നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മാറ്റുരയ്ക്കാൻ കഴിഞ്ഞു. ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 23, 24 തീയതികളിലായി AUPS അഴിയന്നൂർ ഹൈസ്കൂൾ കടമ്പഴിപ്പുറം, ഗവൺമെന്റ് UP സ്കൂൾ കടമ്പഴിപ്പുറം എന്നീ 3 വേദികളിലായി നടന്നു. നമ്മുടെ സ്കൂൾ വെച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. വിശിഷ്ടാതിഥികളായി AEO, BPC, സ്കൂൾ മാനേജർ, ഹൈസ്കൂൾ കടമ്പഴിപ്പുറം ഹെഡ് മാസ്റ്റർ, നമ്മുടെ സ്കൂളിലെ പ്രധാനാധ്യാപിക എന്നിവർ ആശംസകൾ അറിയിച്ചു.
നമ്മുടെ സ്കൂളിലെ എല്ലാ മേളകളിലും കുട്ടികൾ പങ്കെടുത്തു. പ്രവൃത്തി പരിചയമേള, LP തേർഡും അഗ്രിഗേറ്റും UP ഫസ്റ്റ് അഗ്രിഗേറ്റ് നേടാൻ കഴിഞ്ഞത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ നേട്ടമാണ്. ഉപജില്ലാ കലോത്സവം നവംബർ 6, 7, 8, 9 തീയതികളിൽ TSNM HSS കുണ്ടൂർകുന്ന് സ്കൂളിൽ വെച്ച് നടന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഉപജില്ലാ കലോത്സവത്തിൽ UP അഗ്രിഗേറ്റ് 2ാം സ്ഥാനവും സംസ്കൃതോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. സംസ്കൃതോത്സവത്തിൽ 5 ഇനങ്ങൾ ജില്ലയിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. മികച്ച നടിയായി 7ാം തരത്തിൽ പഠിക്കുന്ന ശ്രേയ KS തിരഞ്ഞെടുക്കപ്പെട്ടു. റവന്യൂ ജില്ലാ കലോത്സവം പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും സംസ്കൃത നാടകം സിദ്ധരൂപോച്ചാരണം അഞ്ജന KM UP വിഭാഗത്തിൽ 1ാം സ്ഥാനം A ഗ്രേഡ് നേടി. അദ്വൈത് T ജയരാമൻ A ഗ്രേഡ് നേടി. സംസ്കൃത നാടകത്തിനും A ഗ്രേഡ് ലഭിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന നേട്ടങ്ങളാണ് ഇതെല്ലാം. 2024 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. പ്രത്യേക അസംബ്ലിയോടുകൂടി മനുഷ്യാവകാശ ദിനം പ്രതിജ്ഞയെടുത്തു. അസംബ്ലിയിൽ വിശിഷ്ടാതിഥിയായി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ASI ശ്രീ ഗോവിന്ദൻകുട്ടി സാർ മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ചെയ്തു. 2024 ഡിസംബർ 20 വെള്ളിയാഴ്ച മികവ് വിജയോത്സവം. 2024-25 ചെർപ്പളശ്ശേരി ഉപജില്ലാ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചരിത്ര വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു. ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ അവർ നിർവഹിച്ചു. മികച്ച ഓഡിറ്റോറിയത്തിൽ മികച്ച ഇരിപ്പിടം പൂർവ്വ വിദ്യാർത്ഥികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ സമാഹരിച്ച 500 കസേരകളുടെ സമർപ്പണവും നടന്നു. തുടർന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയ രചനോത്സവം, കഥക്കുടുക്ക, പുസ്തക പ്രകാശനം ചെർപ്പളശ്ശേരി BPC പ്രിയേഷ് മാസ്റ്റർ പ്രകാശനം ചെയ്തു. മേളകളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ ഗോപിനാഥൻ അവർ സമ്മാനം നൽകി. അന്നേ ദിവസം പ്രീ പ്രൈമറി കലോത്സവം നടന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശാസ്ത്രകുമാർ, സുരേഷ് ബാബു വാർഡ് മെമ്പർ, ശ്രീ ശശികുമാർ വാർഡ് മെമ്പർ, രാധാകൃഷ്ണൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ്, ശ്രീ നാരായണൻ മാസ്റ്റർ, ശ്രീ കൃഷ്ണകുമാർ PTA പ്രസിഡന്റ്, ശ്രീമതി പ്രിയ MPTA പ്രസിഡന്റ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രീ പ്രൈമറി സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ അനുമോദിച്ചു. 2025 ജനുവരി 1 പുതുവത്സര ദിനം. എല്ലാ ക്ലാസുകളിലും പുതുവത്സര ആഘോഷങ്ങൾ നടന്നു. കേക്ക് മുറിച്ച് കുട്ടികൾ സന്തോഷം പങ്കിട്ടു. ജനുവരി 10 സ്കൂളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ ഹരിതസഭ പ്രവർത്തിക്കുന്നുണ്ട്. സഭയുടെ പ്രവർത്തന റിപ്പോർട്ട് പഞ്ചായത്തിൽ കുട്ടികൾ അവതരിപ്പിച്ചു. LP UP തലത്തിൽ നിന്നും 12 കുട്ടികൾ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ലഭിച്ചു. ജനുവരി 23 ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല. ജനുവരി 23 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ തല ശില്പശാല നടത്തി. സ്വാഗതം വിദ്യാരംഗം കൺവീനർ പ്രിയ ടീച്ചർ നടത്തി. അധ്യക്ഷ ശ്രീമതി ഗീത ടീച്ചർ HM ആയിരുന്നു. ഉദ്ഘാടനം നടത്തിയത് ജയറാം മാസ്റ്റർ ആയിരുന്നു. ശില്പശാല നയിച്ചത് ജയറാം മാസ്റ്ററാണ്. വളരെ രസകരമായ രീതിയിൽ തന്നെ കഥകളും കവിതകളും കുട്ടികൾക്ക് മാഷ് പറഞ്ഞുകൊടുത്തു. കുട്ടികളുടെ രചനകളെ ഒരു മാസികയാക്കുകയും ചെയ്തു. ജനുവരി 26 റിപ്പബ്ലിക് ദിനം വളരെ സമുചിതമായി ആഘോഷിച്ചു. പ്രത്യേക അസംബ്ലി, പതാക ഉയർത്തൽ എന്നിവ നടന്നു. മാനേജർ ശ്രീ ഗോപിനാഥൻ അവർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പഠനയാത്ര. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ജൈവ പച്ചക്കറിത്തോട്ടമുണ്ടാക്കി. കുട്ടികൾ നട്ടും നനച്ചുമുണ്ടാക്കിയ പച്ചക്കറിത്തോട്ടം സമൃദ്ധിയുടെ വിളനിലമായി. ഇതിലേക്ക് ആവശ്യമായ തൈകൾ, പച്ചക്കറി വിത്ത് സൗജന്യമായി തന്നെ കടമ്പഴിപ്പുറം കൃഷി ഓഫീസർ ശ്രീ വാസുദേവൻ സാർ നൽകി. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. LSS USS പരിശീലനം. സ്കൂൾ പഠനത്തിന് ശേഷവും അവധി ദിവസങ്ങളിലും LSS USS തീവ്ര പരിശീലനം നടത്തിവരുന്നു.
സുഗമ ഹിന്ദി പരീക്ഷ. 124 കുട്ടികൾ സുഗമ ഹിന്ദി പരീക്ഷ എഴുതി. അതിന് പ്രത്യേകം പരിശീലനം നൽകി വരുന്നു. പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം വളരെ കെങ്കേമമായി തന്നെ നൽകി വരുന്നുണ്ട്. ചോറ്, സാമ്പാർ, ഉപ്പേരി, മോരുകറി, ഓലൻ എന്നിങ്ങനെ പല വിഭവങ്ങളും നൽകുന്നുണ്ട്. ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ പാലും, ബുധനാഴ്ചകളിൽ മുട്ട, പഴം എന്നിവയും നൽകി വരുന്നു. ആഘോഷവേളകളിൽ ബിരിയാണിയും നൽകുന്നുണ്ട്. ഈ വർഷം ചെർപ്പളശ്ശേരി സബ് ജില്ലയിലെ മികച്ച വിദ്യാലയമായി മാറാൻ നമുക്ക് സാധിച്ചു. നേട്ടങ്ങളുടെ പടിക്കെട്ടുകൾ ഒന്നൊന്നായി കടന്നുപോകുമ്പോഴും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും എത്തിപ്പിടിക്കാനുള്ള ഭൗതിക സൗകര്യങ്ങൾ എല്ലാം തന്നെ സമീപഭാവിയിൽ യാഥാർത്ഥ്യമായി തീരുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പു നൽകുന്നു. ഇങ്ങനെയെല്ലാം പ്രവർത്തനനിരതമായ ഈ വർഷത്തെ നേർക്കാഴ്ചകളെ അക്കമിട്ട് നിരത്തുമ്പോൾ അതെല്ലാം ഞങ്ങളിൽ നിറച്ച ഉന്മേഷം വരും വർഷങ്ങളിലേക്കുള്ള ഊർജമാക്കി മാറ്റി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അടുത്ത അധ്യയന വർഷം പൂർവാധികം മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഉറപ്പു നൽകിക്കൊണ്ട് 117ന്റെ നിറവിലും നവയൗവനത്തോടുകൂടി നിലകൊള്ളുന്ന നമ്മുടെ വിദ്യാലയം പ്രസരിപ്പിക്കുന്ന നന്മയുടെ നറുനിലാവ് എങ്ങും പരന്നൊഴുകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരാനിരിക്കുന്ന വസന്തകാലത്തിന്റെ അധിപരാവാൻ ഈ ഗ്രാമത്തിലെ കുരുന്നുകളെ സസ്നേഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിദ്യാലയത്തോട് സർവാത്മനാ സഹകരിക്കുന്ന മുഴുവൻ അക്ഷരസ്നേഹികൾക്കുമുള്ള നന്ദി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നാടിന്റെ വെളിച്ചവും വരും തലമുറയുടെ കൂടി വഴികാട്ടിയാകേണ്ട ഈ അക്ഷരദീപത്തെ പ്രോജ്വലിപ്പിക്കുവാൻ പിന്നിട്ട കാലങ്ങളിൽ സഹകരിച്ച ഏവരും തുടർന്നും ഒപ്പമുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. ഈ വിദ്യാലയത്തിൽ നിന്ന് ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ച എല്ലാ അധ്യാപക ശ്രേഷ്ഠരെയും ഗുരുബോധരെയും മനസാ സ്മരിച്ചുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് 35 വർഷം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ശ്രീ ഹരിദാസൻ മാസ്റ്റർക്കുള്ള വിശ്രമ ജീവിതം ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് (2024-25) വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഇവിടെ സാദരം സമർപ്പിക്കുന്നു.